നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ ഇന്ന് ജീവനക്കാർ സമരത്തിലാണ്. ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ സമരം നടത്തുന്നത്. എന്തായാലും സമരം നടത്തുന്ന ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്താണ് നിലവിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം? ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുത്തത് മുതൽ ഇതുവരെയും അതിന്റെ ആഗിരണ പ്രക്രിയ പൂർത്തിയായിട്ടില്ല. ആഗിരണ പ്രക്രിയ എത്രയും വേഗം പൂർത്തിയാക്കുകയും ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങളും അവരുടെ ശമ്പളം, ഏറ്റവും വലിയ തമാശ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നതിന് മുന്നുള്ള ശമ്പള പരിഷ്കരണമാണ് ഇപ്പോഴും ഇവിടുത്തെ ജീവനക്കാർക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അതിലുപരി ഈ 2022 നടപ്പിലാക്കിയ മെഡിസപ്പിന്റെ അലവൻസ് ഉൾപ്പെടെ ഈ ജീവനക്കാരിൽ നിന്ന് കട്ട് ചെയ്യുന്നു. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ഇന്ന് ഈ ജീവനക്കാർ കുടുംബം പുലർത്തുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ തടഞ്ഞു വെക്കുന്നു, ഇവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെയാണ്. 600-ലധികം നഴ്സുമാർ തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്തായാലും നഴ്സുമാരുടെ ഒരു പ്രതിനിധി നമ്മോടൊപ്പമുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് കാലം നേരത്തെ എനിക്കൊന്ന് സഹകരണ മേഖലയിൽ തുടങ്ങിയിട്ടുള്ള നഴ്സാണ് അല്ലേ? അതെ. എന്താണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം? നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സർക്കാർ 2019 ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ റദ്ദ് ചെയ്തു. നമുക്ക് 2019 തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. 2019 സ്പാർക്കിൽ ഉൾപ്പെട്ടു എന്ന പേര് വെച്ചിട്ട് നമ്മുടെ ഇവിടുന്ന് റിട്ടയർ ആയി പോയ ആൾക്കാർ 18 വർഷം തൊട്ട് 10 തുടങ്ങി 28 വർഷം വരെ വർക്ക് ചെയ്ത ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയ ആൾക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. ഗ്രാറ്റുവിറ്റി, ലീവ് സറണ്ടർ ഒന്നും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് സ്പാർക്കിൽ ഉൾപ്പെട്ടു പോയി എന്നത് ഒരു പ്രശ്നം കൊണ്ടാണ്. അവർ 1 വർഷത്തോളം അത്ര മാത്രമേ ചെറിയൊരു കാലയളവിൽ അവർ സ്പാർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. പിന്നെ 2019 തുടങ്ങി 21 വരെ നമ്മൾ മേടിച്ച ശമ്പളം അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം വന്നിട്ടുണ്ട്. അത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് സത്യവാങ്മൂലം ഓരോരുത്തർക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുവരെ അതിനിടയ്ക്ക് തന്നെ ചോദിക്കട്ടെ, ഈ സത്യവാങ്മൂലം വന്നു ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടാൻ മടിക്കുന്നത്? അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2019 വരെ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. കാരണം 28 വർഷം വരെ സീനിയോറിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്, സ്റ്റാഫ്മാർ. ആ സാലറി അത് പ്രതീക്ഷിച്ച ഇവിടെ ജോലി ചെയ്ത ജീവനക്കാർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു കരുതലായിരുന്നു നമ്മുടെ റിട്ടയർമെന്റ് സമയത്ത് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഇവിടുന്ന് റിട്ടയർ ആയി പോയി ആൾക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടാതാണ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അവരുടെ സീറോ ബാലൻസ് ആണ്. അവരെ ചെറിയ അളവിൽ സ്പാർക്കിൽ ഉൾപ്പെട്ടു എന്ന് NPS ഉൾപ്പെട്ടു എന്ന കാരണം കൊണ്ട് അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ആ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ 2019 തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആ 2019 വരെയുള്ള ഞങ്ങളുടെ എല്ലാ സീനിയോറിറ്റി, എല്ലാ ആനുകൂല്യങ്ങളും അവിടെ നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനക്കാർ ആത്മഹത്യയിലേക്ക് അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം വലിയൊരു തുക 7 തുടങ്ങി 10 ലക്ഷത്തോളം തുക നമുക്ക് നഷ്ടം വരും. കാരണം നമുക്ക് DA കിട്ടാനുണ്ട്, ലീവ് സറണ്ടർ കിട്ടാനുണ്ട്, ഒരുപാട് ഇത് കിട്ടാനുണ്ട്. നമുക്ക് 2016 പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ശമ്പള പരിഷ്കരണം അത് മാത്രമേ നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 11ാം ശമ്പള പരിഷ്കരണ സ്കെയിലിലേക്ക് നമ്മളെ ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് വലിയൊരു നഷ്ടമാണ് ഈ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും കൈയോടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഈ സമര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഇവിടെ ഈ സമരം നടക്കുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഏതാണ്ട് ഭാഗികമായിട്ട് തന്നെ അതിന്റെ ബാക്കിയുള്ള നടപടികൾ ക്രമങ്ങളൊക്കെ അവിടെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഒരുപാട് ആളുകളുണ്ട്. എന്താണ് പേരെന്താണ്? ഞാൻ സന്തോഷ് KS, കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അപ്പോൾ ഈ പ്രശ്നം 2018 ഗവൺമെന്റ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം പല ശമ്പള പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ജീവനക്കാർക്ക് ആ ശമ്പള പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേതനം കൊടുക്കാൻ തയ്യാറായിട്ടില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. മറ്റ് പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, ഏറ്റവും പ്രധാനമായ കാരണം അവരുടെ വേതനം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ ഏതാണ്ട് 20,000-ഓളം രൂപ വരെ ഇപ്പോൾ ശമ്പളത്തിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കുക. കുടുംബം പോറ്റുന്ന പാവപ്പെട്ട സ്ത്രീകളാണ്, അവരാണ് നഴ്സുമാരായിട്ട് കൂടുതലും ഉള്ളത്. കുടുംബം പോറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കാലമായി ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കുന്നു, ചീഫ് സെക്രട്ടറിയെ കാണുന്നു, മന്ത്രിയെ കാണുന്നു. നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. നിവർത്തികേടുണ്ടാ. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശുപത്രി അടച്ചുപൂട്ടിക്കൊണ്ടൊരു സമരരംഗത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഇത്
തീരെ നിവൃത്തിയില്ല. ജീവിക്കാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സ്ഥിതിക്ക് കണ്ണീരോടുകൂടിയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ ഇന്ന് ഈ സമരരംഗത്തേക്ക് കണ്ണൂർ പരിയാരത്ത് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. വെറും കൈയോടെ ഇവിടുന്നും പടിയിറങ്ങിപ്പോയ ചില ആളുകളാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്. എന്താണ് പേരെന്താണ്? റസിയ. എത്ര വർഷമായി റസിയ ഇവിടെ ജോലി ചെയ്തിരുന്നു? ഞാൻ 21 വർഷം. എന്നിട്ട് മെയ് ലാസ്റ്റ് 2021 റിട്ടയർമെന്റ് ആയി. ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും സഹകരണ മെഡിക്കൽ കോളേജ് തന്നിരുന്നു. അതിനുശേഷം മെയ് 31 റിട്ടയറായി നമ്മളെ തെരുവിലേക്ക് വലിച്ചു പറയാണ് സർക്കാർ നമ്മളോട് ചെയ്തത്. അത് ശരിയല്ല. ഞങ്ങൾക്ക് മരുന്ന്, വസ്ത്രം, ഭക്ഷണം ആര് തരും? ഇവര് നമ്മളെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കുടുംബം പിന്നെ 31-ാം തീയതി ലോൺ അടച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരും അവര്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാനും ഇവളാണ്. ഇവരിപ്പോ റിട്ടയർമെന്റ് കഴിഞ്ഞതാണ്. അവരെ കാര്യം നടക്കട്ടെ, നമ്മുടെ കാര്യം ആദ്യം ചെയ്തു തരണം. അത് കഴിഞ്ഞിട്ട് ഇവരെ. സാറിന് എന്തെങ്കിലും പറയാൻടാ? നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അറിയില്ല, ഞങ്ങളുടെ വിഷമങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ കണ്ട് ഇത് വഴക്കുറയും. കാരണം അവര് നെർവസ് ആയി പോകും. അറിയില്ല, ആർക്കും അറിയില്ല നിങ്ങൾ ഇങ്ങനെ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യും. യാതൊരു മാറ്റവും ഇല്ല. സംശയം വിചാരിക്കണ്ട നിങ്ങള്. അതിനെ റെഡിയായിട്ട് നമ്മൾ വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളെ ബോഡി വീട്ടിൽ കൊണ്ടുപോകാം നിങ്ങൾ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങളുടെ വിഷമം ഞങ്ങൾ ആരോട് പറയും? ഇന്റഗ്രേഷൻ ചെയ്തെന്നുള്ള ഒറ്റ കാരണത്താൽ ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു 5 പൈസ പോലും കിട്ടാണ്ടാണ് ഞങ്ങളിപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നത്. ഈ പ്രായത്തിൽ ഞങ്ങളിപ്പം വേറെ ജോലി അന്വേഷിച്ച് ജീവിക്കാൻ വരുമാനം ഇല്ലാത്തതുകൊണ്ട് വേറെ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ആരും പറഞ്ഞ് വിശ്വസിക്കില്ല. 60 വയസ്സ് കഴിഞ്ഞ ഞങ്ങളാണ്. അതിനുശേഷം ഇപ്പം അതേപോലെ ഇറങ്ങിപ്പോയ ഇവിടുത്തെ ഇന്റഗ്രേഷൻ കഴിയാത്തവർക്ക് സകല ആനുകൂല്യങ്ങളും വിത്തിൻ 1 മന്തിൽ അവർ 30 ലക്ഷം രൂപ വരെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വെറും പട്ടികളെ ഇറക്കി വിടുന്ന പോലെ 5 പൈസ പോലും ഇല്ലാണ്ടാണ് ഇവിടുന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. ഒരു കാലത്ത്, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ സേവിച്ച ആളുകളാണ് ഇവരൊക്കെ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ 23 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ആരംഭ കാലഘട്ടം തൊട്ട് ജോലി ചെയ്തവരാണ് ഈ പിരിഞ്ഞു പോകുന്നവരും ഇനി പിരിഞ്ഞു പോകാൻ ഈ അവകാശ സമരത്തിന് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നവരും. നമുക്ക് പറയാനുള്ളത്, സഹകരണ മേഖലയിൽ ഈ സ്ഥാപനം പടുത്തുയർത്തിയപ്പോൾ ഈ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം നമുക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യവും നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ എല്ലാ മേഖലയും നടത്തിയിട്ടും ഇതിന്റെ അധികാരികളോ ഭരണാധികാരികളോ കണ്ണു തുറന്നിട്ടില്ല. അതിനുള്ള ഒരു ശക്തമായ താക്കീതാണ് ഒരു ദിവസത്തെ പണിമുടക്ക്. ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിരന്തരമായ സമരപരിപാടിയുമായിട്ടും നിരന്തരമായ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആരോഗ്യ മേഖലയിലെ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ചും വനിതാ വിഭാഗം ജീവനക്കാർ ഏറ്റവും കൂടുതലുള്ളത് ആരോഗ്യ മേഖലയിലാണ്. അതുപോലെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നല്ല മാനസികാവസ്ഥയോടുകൂടി അല്ലെങ്കിൽ ഒരു നോർമൽ മൈൻഡോടുകൂടി ജോലി ചെയ്യാൻ നഴ്സുമാർക്കോ അല്ലെങ്കിൽ മറ്റു ജീവനക്കാർക്കോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പലപ്പോഴും വിമർശനത്തിന് വിധേയമാകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് കിട്ടേണ്ട സാലറി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതിൽ അതുപോലും പാലിക്കപ്പെടാതെ ഞങ്ങളെ ക്രൂശിക്കപ്പെടുകയാണെന്നാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 600ഓളം ജീവനക്കാർ, 600ഓളം നഴ്സുമാർ തന്നെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് 100 കണക്കിന് ആളുകളെ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇത് സമരത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുകയാണ്. അല്ല, ഈ സ്ഥാപനം തുടക്കകാലം മുതൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സ്ഥാപനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ ഈ സമരത്തിൽ പ്രത്യക്ഷത്തിൽ വരാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അവരുടെ എല്ലാ ധാർമ്മിക പിന്തുണയും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നേതാക്കന്മാരൊഴികെയുള്ള ആളുകൾ. ഈ സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരാൾക്ക് കുറച്ച് ആളുകൾക്ക് മാത്രം വേണ്ടി ചെയ്യുന്ന സമരമല്ല. ഈ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടാനുള്ളതാണ്. ഇവിടെ വരുന്ന 1500-ൽ പരം ജീവനക്കാർ ഇതേ ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നവരാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 2016 അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് തന്നിരുന്ന 2018 നമുക്ക് പ്രാവർത്തികമാക്കിയ അന്നത്തെ പേ സ്കെയിലാണ് ഞങ്ങൾക്ക് ഇന്നും തരുന്നത്. അതിൻ്റെ അകത്ത് ആകെ വരുന്ന തുച്ഛമായ ഇൻക്രിമെൻ്റ് അല്ലാതെ മറ്റൊരു ആനുകൂല്യങ്ങളും അന്ന് മുതൽ കിട്ടേണ്ടിയിരുന്ന 56% ക്ഷാമവത്ത ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല. ഞങ്ങൾ 2018 ശമ്പളം കൊണ്ട് 2024 ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ കാര്യമാണ്. അത് നിങ്ങൾക്ക് പോലും അറിയാവുന്നതാണ്. എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു, പക്ഷേ ഞങ്ങളുടെ ശമ്പളത്തിൽ മാത്രം യാതൊരുവിധ വർധനവും ഉണ്ടാകുന്നില്ല എന്ന് ഇവർ പറയുമ്പോൾ, ദീർഘകാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഇതിന്റെ തന്നെ സംഘടനയുടെ നേതാവുണ്ട്, റോബിൻ അല്ലേ? റോബിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, സമരവുമായി ബന്ധപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണെന്നുള്ള ആരോപണം വരുന്നു, ആണോ? ഞങ്ങൾക്ക് നേഴ്സുമാർക്ക് അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊക്കെ 2008 ഇവിടെ ജോലിക്ക് കയറിയതാണ്. ഈ 2008 മുതൽ ഈ സമയം വരെ
എൻ്റെ കൂടെ പഠിച്ച മിക്കവരും പുറം രാജ്യത്താണ്. പക്ഷെ നമ്മൾ നാടിനെ സ്നേഹിച്ച്, നാട്ടുകാരെ സ്നേഹിച്ച്, നമ്മുടെ നാട്ടിലുള്ള ആശുപത്രിയിലും സേവനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. അപ്പം ഈ 2019 സർക്കാർ ഏറ്റെടുക്കുന്ന ഒരു സമയം വന്നപ്പം ശരിക്കും ഞങ്ങളെല്ലാം ഭയങ്കര അതിശയത്തോടു കൂടിയാണ് ഇതിനെ നോക്കിയത്. പക്ഷെ ഇതെങ്ങനെ ഏറ്റെടുക്കും, PSC ഇല്ലാതെ ഞങ്ങളെങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളൊരു ടെൻഷനൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. എനിവേ, പിണറായി സർക്കാർ കൊണ്ടുവന്ന ഒരു നയം, അത് ശരിക്കും അത് ഞങ്ങളെല്ലാം ഞെട്ടിച്ചു. എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെയാണ്. ഈ ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങളുടെ സീനിയോറിറ്റി പോലും അല്ലെങ്കിൽ ശമ്പളം പോലും പരിഗണിക്കാതെ നിലവിൽ ഞങ്ങളെ ഏറ്റവും ജൂനിയർ മോസ്റ്റായിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് സാമ്പത്തികപരമായി വളരെ രീതിയിൽ നഴ്സുമാർക്കെല്ലാം ബുദ്ധിമുട്ടായി. പലർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, വീടിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, പലിശകൾ, ലോണിൻ്റെ പലിശകൾ കൂടുന്നു. ഈവൻ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം ഒരു കാര്യമായ ഒരു മാറ്റവും ഈ മെഡിക്കൽ കോളേജ് ചെയ്തിട്ടില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സാധാരണക്കാരുടെ ഗവൺമെൻറ്റാണ് വന്ന് കയറിയതിന് ശേഷം, അത് പറഞ്ഞുകൊണ്ട് വന്ന് കയറിയതിന് ശേഷം സാധാരണക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും മാറ്റിവെക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു 20 രൂപ എടുക്കുവാൻ പറ്റാത്ത അനേകം സ്റ്റാഫ്മാരുണ്ട്, പ്രത്യേകിച്ച് നേഴ്സിംഗ് അസിസ്റ്റന്റുമാർ. 2 പേര് ജോലിയുണ്ട്, പലപ്പോഴും അത് കണ്ട് കഴിഞ്ഞു പോകാം. പക്ഷേ ഒരാളുടെ ജീവനമാർഗം കൊണ്ട് ഒരു കുടുംബം മൊത്തം പുലർത്തുക എന്നത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ അറിയാം, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്, എല്ലാത്തിനും വില കയറി. ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവനക്കാർക്ക് തങ്ങളുടെ ജീവിതം, മക്കളുടെ ജീവിതവും അനന്തര ജീവിതത്തിലുണ്ടായ ചെലവുകളും മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ മെഡിക്കൽ കോളേജിന്റെ തുടക്കത്തിൽ തന്നെ സഹകരണ മേഖല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഇവിടെ ജോലി ചെയ്തു വരുന്ന ചില ആളുകളുണ്ട്. എന്തായാലും MBRനോടൊപ്പം ആ സംഘടനയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്തായാലും കുറെ വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? പെൻഷനായോ? ഇല്ല, ഞാൻ ഏകദേശം 30 വർഷക്കാലമാകുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ട്. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയൊരു മനുഷ്യസ്നേഹി ഉണ്ടാക്കിയതാണ് ഈ സമുച്ചയം, ഈ പരിയാരം മെഡിക്കൽ കോളേജ്. അന്ന് ജനങ്ങളോടും ഉത്തര മലബാറിലെ ജനങ്ങൾക്ക് നല്ലൊരു ആതുര ശുശ്രൂഷാ കേന്ദ്രം അല്ലെങ്കിൽ ആതുര കേന്ദ്രം ഇല്ല, ആശുപത്രി ഇല്ല എന്നുള്ളത് കൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്നത്തെ വെല്ലുവിളികളെ നമ്മൾ ഇന്ന് ഓർക്കുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ നിന്ദിക്കപ്പെട്ട ഒരു കാലഘട്ടം 30 വർഷക്കാലം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ സമരപ്പന്തൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് എതിർപ്പുകളെയും മറ്റും നേരിട്ടുകൊണ്ടാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഉയർന്നു വന്നത്. അന്ന് എതിർത്തവരാണ് ഇന്നിപ്പോൾ ഇതിന്റെ അകത്ത് ഇതിന്റെ മേലാളന്മാരായി നിൽക്കുന്നത്. എന്തായാലും ഇത്രയും കാലം സഹകരണ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജ് സംബന്ധിച്ചോളം സർക്കാർ ഏറ്റെടുത്തത് ഇവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെ ആയിരുന്നില്ലേ? പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ സഹകരണ മേഖലയിൽ നിന്ന് ജീവനക്കാരെ ഏറ്റെടുക്കുമ്പോൾ ജീവനക്കാരുടെ അവകാശങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണെന്ന് അവർ പഠിക്കാൻ തയ്യാറായിട്ടില്ല. സഹകരണ മേഖലയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് 2016 ശേഷമുള്ള ഒരു ശമ്പള പരിഷ്കരണവും ഇന്ന് നടപ്പിലായിട്ടില്ല. തൊഴിലാളി വർഗ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് ഏറ്റെടുത്തിട്ടും തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് CPM അന്ന് ഏറ്റെടുത്തിരുന്നു. അന്ന് പക്ഷേ ഇത് കടം കയറി മുങ്ങി കള്ളിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇത് സർക്കാർ ഏറ്റെടുത്തത്. അവർക്ക് നടത്തിപ്പ് കൊണ്ടുപോകാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് സർക്കാർ ഇത് ഏറ്റെടുത്തത് കൊണ്ട്. ജീവനക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജീവനക്കാരുടെ അവകാശങ്ങളോ ജീവനക്കാരുമായിട്ട് സംവദിക്കാനോ അന്നത്തെ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ മന്ത്രിമാർ തയ്യാറായിട്ടില്ല. ഇവിടെ പന്തൽ കെട്ടിയിട്ടാണ് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞത്, ഞങ്ങൾ ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ആസ്തിയും ബാധ്യതയുമാണ് ഏറ്റെടുക്കുന്നതെന്ന്. എന്ത് ആസ്തിയും ബാധ്യതയുമാണ് ഏറ്റെടുത്തത്? ഇന്ന് കടക്കണിയിലാണ്, കണ്ണീർ കളത്തിലാണ് ഇന്ന് ഇവിടുത്തെ ജീവനക്കാർ. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ ഒരു അതിജീവന സമരത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. 2018 സ്ഥാപനം ഏറ്റെടുത്ത കാലം മുതൽ ഇവിടുത്തെ ജീവനക്കാർ ഏറെ പ്രയാസത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത്. അതുവരെ സർക്കാർ മേഖലയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം, അതുപോലെ തന്നെ DA ഒക്കെ ഇവിടെ നടപ്പിൽ വരുത്തുകയാണ് ഉണ്ടായത്. 2018 സർക്കാർ ഈ സ്ഥാപനം ഏറ്റെടുത്തതിനു ശേഷം ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ തടഞ്ഞു വെച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജീവനക്കാർ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയാണ്. അവരുടെ കണ്ണീരും കയ്യുമായി പലരും ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയി, ചിലർ മരിച്ചും പോയി. ആ മരിച്ച ചില ആളുകൾക്ക് കിട്ടേണ്ട ആനുകൂല്യം പോലും കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയ ആളുകളുടെ ശമ്പളം, അതുപോലെ തന്നെ അവരുടെ ആനുകൂല്യം, അതുപോലെ അവരുടെ ടെർമിനൽ സറണ്ടർ, അതുപോലെ
മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ കാണാം ഈ സമരപ്പന്തലിൽ ഇരിക്കുകയാണ്. തങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട്, തങ്ങൾക്കും ഈ കടമില്ലാതെ ജീവിക്കണം, ശിഷ്ടകാലം ജീവിക്കണം, വെറും കൈയോടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ഈ മാലാഖമാർ. എന്തായാലും ഇവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആഗിരണ പ്രക്രിയ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നീതി നിഷേധം ഇവിടെ ഓരോ ദിനംതോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളോ എല്ലാം നിഷേധിക്കുന്നൊരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ശമ്പളം ഒന്നും കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടുന്ന നടപടി അടിയന്തരമായിട്ട് സർക്കാർ കൈക്കൊള്ളണം. അപ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോഴിക്കോട് നിന്നും ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് നഴ്സുമാർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫ് പാറ്റേണ്ട ഒരു കുറവുണ്ട്. ശരിക്കും വലിയ ദുരിതം തന്നെയാണോ ജോലി ചെയ്യാനൊക്കെ? വളരെ ദുരിതമാണ് സാറേ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ നമ്മുടെ 19 തൊട്ടേ ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം തന്നെ നമ്മൾ ഒരുപാട് ദുരിതത്തിലാണ്. പുതിയ നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. പുതിയത് ഇപ്പം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, 25 പേരെ അവർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു, അവർ എത്തിയിട്ടില്ല. ഒരു വല്ലാത്ത ദുരിതത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് അതെ, പോകുന്നത്. ദുരിതത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇത് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. എന്തായാലും ഒരുപാട് കാലം ദീർഘകാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന പല ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു. അതിലൊരാളാണ്. എന്താണ് പേര് ചേച്ചിയുടെ? എന്റെ പേര് മേരുകുട്ടി പി. പെൻഷനായോ? പെൻഷനായി ഇനി 4 വർഷവും കൂടെ ഉണ്ട്. 4 വർഷം കൂടെ ഉണ്ട് അല്ലേ? ഒരു ആശങ്കയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ 1996 ഇവിടെ ജോയിൻ ചെയ്തതാണ് സ്റ്റാഫ് നേഴ്സായിട്ട്. എന്നിട്ട് പടിപടിയായിട്ട് ഹെഡ് നേഴ്സായി, അത് കഴിഞ്ഞ് സൂപ്പർവൈസറി നേഴ്സായി. അത് കഴിഞ്ഞപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്തത്. അപ്പോൾ ആ സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആ സൂപ്പർവൈസറി നേഴ്സ് എന്ന് പറഞ്ഞൊരു തസ്തിക ഗവൺമെന്റ് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞാൽ അവർ നേരെ അടുത്ത തസ്തിക മുന്നോട്ട് കണ്ടതിന് അത് പുറകോട്ട് വെച്ചു. എന്നിട്ട് 22 വർഷം മുമ്പ് നമ്മൾ ഹെഡ് നേഴ്സായ അതേ തസ്തിക ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് പ്രീ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 54,000 രൂപ അടിസ്ഥാന ശമ്പളം റിസീവ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ 32,300 അടിസ്ഥാന ശമ്പളത്തിലാക്കി. എന്നിട്ട് ഡീ പ്രൊമോഷൻ ചെയ്ത പോലെ 20 വർഷം പിന്നോട്ടാക്കി. എന്നിട്ട് ഒരു പ്രീ സ്കെയിൽ 32,300 ആക്കി. അപ്പം ഞങ്ങൾക്ക് കുറേ 20,000 രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് നഷ്ടമാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ 2019 ആ കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ദൂഷിച്ച ഒരു കാലമായിരുന്നു. ഞാൻ ഒരു കാർഡിയോളജി പേഷ്യൻ്റാണ്, ബൈപ്പാസ് ചെയ്ത ആളായിരുന്നു. അപ്പം നേഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു, പിന്നെ ഇവിടെ ഒരു അടിയന്തര സാഹചര്യമുണ്ട്. എനിക്ക് സ്പെഷ്യൽ ലീവ് അനുവദിച്ചതാണ്, സാധാരണ മെഡിക്കൽ ലീവ് അങ്ങനെ അനുവദിക്കുമായിരുന്നല്ലോ. അപ്പം സൂപ്രണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണേലും വരാൻ പറ്റുമോ, ഓഫീസിൽ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ വന്നു 3 മാസ്ക് ഇട്ടിട്ട് 8 തൊട്ട് 6 മണി വരെ ഡ്യൂട്ടി എടുത്ത് ഞങ്ങൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കോവിഡ് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടുന്ന് അനുഭവിച്ചിട്ട് ഇറങ്ങി ആ സമയത്തെ പൈസയാണ് ഇപ്പോൾ അവർ തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ ലക്ഷം രൂപ നമുക്ക് നഷ്ടം വന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് അനീതിയാണ് സാറേ. ഒരു തരത്തിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അന്തിമ തീരുമാനം എടുത്ത് സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പം ഞങ്ങൾക്കാണ് ഈ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ നഷ്ടം വന്ന ഗ്രൂപ്പ്. ഞാൻ 28 കൊല്ലം ഇവിടെ വർക്ക് ചെയ്തതാണ്. 28 നമ്മുടെ ആയുസ്സും ആരോഗ്യം മുഴുവൻ ഇവിടെ കളഞ്ഞു. അവസാനം നമ്മൾ ഇറങ്ങുമ്പം കയ്യിലൊന്നുമില്ല. റോഡിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയല്ലേ. നമ്മൾ ചെലവ് കഴിയാൻ എന്ത് ചെയ്യും? പിള്ളേരെ പഠിപ്പിക്കണം, എല്ലാം ഇതുണ്ടല്ലോ. പിന്നെ വളരെ വിഷമമാണ്. ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. പിള്ളേരുടെ കാര്യങ്ങള്, കുടുംബം പുലർത്തണം, എല്ലാത്തിനും ഇതല്ലേ. ഞാൻ ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നേഴ്സുമാരുടെ വിഷയത്തിൽ ഇവിടെ നടക്കുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനായിട്ട് വന്നതാണ്. നേഴ്സുമാർ ഇത്രയും മാലാഖമാരും നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോഴും കേരളത്തിൽ നിന്ന് അനേകം നേഴ്സുമാർ വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴും ഇവിടെ ഇത്രയും അത്യധ്വാനം ചെയ്യുന്ന നേഴ്സുമാരുടെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കാത്തതിൽ ട്രെയിൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാനും ഈ കാര്യത്തിൽ ഗവൺമെൻറ് വേണ്ട നടപടികൾ സത്വരമായിട്ട് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കാൻ, ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുമായിട്ടാണ് ഞാനിവിടെ വന്നത്. ഭരണപക്ഷ സംഘടനകൾ ഇതിപ്പോൾ ചെയ്തു തരും, ഇപ്പം നടത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സമരം ഇത്ര നീണ്ടുപോയത്. 6 വർഷം നമ്മൾ വർക്ക് കൊടുത്തു. 6 വർഷം ഞങ്ങൾക്ക് കനത്ത ധനപരമായും ഞങ്ങളുടെ സർവീസ് പ്രൊമോഷൻ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടത്തിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. പബ്ലിക് വിചാരിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അതല്ല. ഇപ്പൊ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ എപ്പോഴും പറയുന്നുണ്ട് ഇപ്പം ശരിയാക്കി. ഇപ്പം മജോറിറ്റി ആൾക്കാർ അവരുടെ സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ശരിയാക്കി തരുന്നുള്ള വിശ്വാസത്തിലാണ് ഇവരൊക്കെ നടന്നിരുന്നത്. പക്ഷേ ഇത്ര 6 വർഷം കൊടുത്തില്ലേ?
6 വർഷമായിട്ടും ഒന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ളവർ സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലം ഒരു സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഈ ഒരു അവസാന നിമിഷം വെറും കൈയോടെ ഇറങ്ങുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ അവർക്ക് വേണ്ട ഈ ഒരു സമരത്തോടു കൂടി മുന്നോട്ട് നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം തീർത്തും കഷ്ടകരമാണ് ഇവരുടെ ഒരു അവസ്ഥ. അപ്പോൾ അതിൽ എന്തെങ്കിലും നടപടികൾ ആവശ്യമാണെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പൊതുജനങ്ങളുടെ ധാരണ ഇവരൊക്കെ സർക്കാർ ജീവനക്കാരാണ് അല്ലേ? ആ സർക്കാർ ജീവനക്കാർക്ക് ഇവർ നല്ല പിടിപ്പത് ശമ്പളമൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ്. നമ്മുടെ ബന്ധുക്കളൊക്കെ നിങ്ങൾ ഗവൺമെന്റ് ആയില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മള്, പക്ഷെ സത്യം അതൊന്നുമല്ല. നമ്മൾ ഒരിടത്തും അല്ല, നമ്മൾ ഗവൺമെന്റും അല്ല. ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ACME എന്ന് പറഞ്ഞൊരു ബോർഡ് ഓഫ് ഗവൺമെന്റ് ഗവേണിംഗ് ബോഡിയുടെ കീഴായിരുന്നു. അതുമില്ല ഇതുമില്ല. നമ്മൾ ഏതാണ്ട് ഒരു ഈ നടുക്കടലിലുള്ള അവസ്ഥ ഇപ്പം അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത ഒരു അവസ്ഥ അല്ലേ? നഴ്സിംഗ് കോളേജിന്റെ കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. പല രീതിയിൽ നമ്മൾ മുന്നോട്ടുള്ള നടപടികൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലയിടത്തും തിരുവനന്തപുരത്ത് പോവുകയൊക്കെ ചെയ്തു. പക്ഷെ നഴ്സിംഗ് കോളേജിന്റെ കാര്യങ്ങൾ ഞങ്ങൾ അധ്യാപകർ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളിലും ഒരു തുടർ നടപടിയും ഇതുപോലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പോലും ആയിട്ടില്ല എന്നുള്ളത് വളരെ ശോചനീയമാണ്. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ച് എല്ലാവരും അത്രയധികം പ്രായമായവരുമാണ്, അതുപോലെ സർവീസ് അത്രയധികം ഉള്ളവരുമാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇവർക്ക് കുറച്ചെങ്കിലും ആയി, നമ്മുടെ ഒന്നും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അത് തികച്ചും ഒരു ശോചനീയമായ അവസ്ഥയാണ്. അതിലൊരു പരിഗണന ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വേറെ കാര്യം എന്താണെന്ന് വെച്ചപ്പോൾ ഞാനൊക്കെ 2008 MSc PG കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ അത്ര നീണ്ട 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് 2019 മുതൽ അവർ കണക്കാക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ 10 വർഷം വെള്ളത്തിലാണ്. നമ്മൾ 10 വർഷം നമ്മുടെ എക്സ്പീരിയൻസ് ഓരോരുത്തരും കൗണ്ട് ചെയ്യത്തില്ല. ഇപ്പൊ ഞാനും 2019 പാസ്സായി ഇറങ്ങിയ ഒരു കുട്ടിയും ഈക്വൽ എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ അന്യായമല്ലേ? ഗവൺമെന്റ് ഏറ്റെടുത്ത് എന്തിനു വേണ്ടി? ഞങ്ങളുടെ അനീതി കാണിക്കാനാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഗവൺമെന്റ് ഏറ്റെടുത്തെങ്കിൽ അതിൻ്റെതായ അത് അന്ന് ഏറ്റെടുത്തപ്പോൾ പറഞ്ഞതാണ് ബാധ്യതകൾ ഏറ്റെടുക്കുന്നു. ഇതൊരു ബാധ്യതയായിട്ട് കണക്കാതെ ഞങ്ങളോട് കൺസിഡറേഷൻ ചെയ്യണ്ടേ? ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഇത്രയും നാൾ 20 വർഷം ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ 20 വർഷത്തിനകത്ത് 13 ഇപ്പൊ നമുക്ക് 6 വർഷം എന്ന് പറഞ്ഞില്ലേ, 14 വർഷത്തെ സർവീസും യാതൊരു വാല്യൂ ഇല്ല. വെറും ഈ 6 വർഷത്തെ എക്സ്പീരിയൻസിന് മാത്രമേ നമുക്ക് ഇനി വിലയുള്ളൂ. അതുപോലും ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 വർഷം അതെങ്കിലും ശരിയായ രീതിയിൽ ചെന്ന് നടത്തി തരുവാണെങ്കിലോ അതും ചെയ്യുന്നില്ല. ഇവരുടെ സമരം ജീവിക്കാനുള്ള സമരമാണ്. ഇവരെ മാലാഖമാരെന്നൊക്കെ പറയുമെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട് ഇവരെ സമരത്തിലേക്ക് ഗവൺമെന്റ് ബോധപൂർവം തള്ളിവിട്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇവർ ജോലിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇവരുടെ എല്ലാ അവകാശങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ള പ്രഖ്യാപനം മാത്രം നടത്തിക്കൊണ്ട് ഈ കാണുന്ന ബോർഡ് മാറ്റിവെച്ചു എന്നല്ലാതെ വേറെ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 6 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്തപ്പോൾ ഏറെ സന്തോഷിച്ചവരാണ് ഇവരൊക്കെ. എന്നാൽ ഇവർ ഇപ്പോൾ സങ്കടക്കടലിലാണ്. ഇവരുടെ പക്ഷത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇവർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഇവിടെ ഈ പരിപാടി അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.